ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഇന്ന് ഏറ്റുമുട്ടുകയാണ്. നിലവിലെ ഫോമും ഈ ഒരു ടൂർണമെന്റിലെ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് വ്യക്തമായ മുൻതൂക്കം. പക്ഷേ അപ്പുറത്ത് പാകിസ്ഥാനാണ്, അതുപോലെ 2020 ഫോർമാറ്റുമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടേതായ ദിനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ എതിരാളികൾ പോലും ഒന്നുമല്ലാതാവുന്ന കാഴ്ച നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. ഇന്ത്യ തന്നെ അതിന് ഭാഗമായിട്ടുമുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ മൾട്ടിനാഷണൽ ടൂർണമെന്റിൽ ഏതാണ്ട് 5 തവണയാണ് ഏറ്റുമുട്ടിയത്. അതിൽ 3 തവണ പാകിസ്ഥാനും 2 തവണ ഇന്ത്യയും ജയിച്ചു. ഈ നൂറ്റാണ്ടിൽ പാകിസ്ഥാനും ഇന്ത്യയും നേർക്കുനേർ ഫൈനലിൽ വന്നത് 2 ICC ടൂർണമെന്റിലാണ്. ആദ്യത്തേത് 2007 ആദ്യത്തെ 2020 വേൾഡ് കപ്പ് ഫൈനലായിരുന്നു. ആ ഫൈനലിൽ ഇന്ത്യ ചരിത്രപരമായ വിജയം നേടുകയാണ് ചെയ്തത്. MS ധോണിയുടെ നേതൃത്വത്തിലുള്ള ടീം പാകിസ്ഥാനെ ചെറിയ മാർജിനിലാണ് തോൽപ്പിച്ചത്. പിന്നീട് 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയത്. ആ ഫൈനലിൽ ഇന്ത്യയെ നിലംപരിശാക്കിയാണ് പാകിസ്ഥാൻ വിജയിച്ചത്. അന്നത്തെ ടൂർണമെന്റിലെ ഇന്ത്യയുടെ ഫോമും കാര്യങ്ങളൊക്കെ പരിഗണിച്ചപ്പോൾ ഇന്ത്യ ആയിരുന്നു ടൂർണമെന്റ് ഫേവറേറ്റുകൾ. പക്ഷേ അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ ഫൈനലിൽ ഇന്ത്യയെ വലിയ മാർജിനിൽ തോൽപ്പിച്ചു. ആ ടൂർണമെന്റിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ വ്യക്തമായ മേൽക്കൈയോടുകൂടെ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. ഈ ഏഷ്യ കപ്പിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ 2 തവണ പാകിസ്ഥാനെ നിലവിൽ തോൽപ്പിച്ചു കഴിഞ്ഞു. ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും ഇന്ത്യക്ക് ആ ഒരു മേൽക്കൈ ഉണ്ട്. പക്ഷേ ടോസ് നിർണായകമാവുന്ന ദുബായ് ഗ്രൗണ്ടിൽ അഭിഷേക് ശർമ്മയുടെ ഫോമിൽ വളരെയേറെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ച് അഭിഷേകിന്റെ വിക്കറ്റും നിർണായകമാണ്. അപ്പോൾ ഇത് രണ്ടും ഇന്ത്യക്ക് പ്രതികൂലമായാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് പാകിസ്ഥാൻ വലിയ വെല്ലുവിളി ഉയർത്തുമെന്ന് ഉറപ്പാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഒന്നാകെ കാത്തിരിക്കുന്ന ഒരു ഫൈനലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ത്യക്ക് വ്യക്തമായി മേൽക്കൈയുള്ള ഈ ഒരു മത്സരം ഇന്ത്യ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്.